ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അറബിക് ഡിപ്പുമായിട്ടാണ് വന്നത്. കുബൂസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ രാവിലെയും പിന്നെ രാത്രി ബാർബിക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഡിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇത് 2 വഴുതനങ്ങ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെ നാട്ടിൽ കനലടുപ്പുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചുട്ടെടുത്താലും മതി. ഒരു 20 മിനിറ്റ് ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവാകുന്നവരെ. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം, ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ ഇത് ചുട്ടെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് കെട്ടി വെക്കണം. പിന്നെ അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ പുറത്തെ കവർ നമുക്ക് ആവശ്യമില്ല. അത് ആ സ്കിന്നൊന്ന് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. ഇത് ഈസിയാവും ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഗാർലിക്ക്, ഒരു 3-4 ക്ലോവ്സ് ഗാർലിക്ക് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഈ തഹീനി പേസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും. അഥവാ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ള എള്ള് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അത് തന്നെയാണ് തഹീനി പേസ്റ്റ്. ഓക്കെ, അതൊരു 3 ടേബിൾ സ്പൂൺ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ തഹീനി പേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഗൾഫിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇതൊക്കെ കുബ്സിനോടൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ തണുക്കും. ഒന്നാമത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് തൈര്, തഹീനി, പിന്നെ വഴുതനൊക്കെയാണ്, നല്ലതാണ്. പിന്നെ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. സ്പൂണോട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കെട്ടിവെച്ച ബ്രിഞ്ചാൾ എടുത്തിട്ട് അതിൻ്റെ ആ കരിഞ്ഞ തൊലിയില്ല, തൊലി ഭാഗം നമുക്ക് കൈയോട് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റാം. ഇപ്പോൾ ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കേടാവൊന്നും ചെയ്യില്ല. അപ്പോൾ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉൾഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കത്തിനോട് തന്നെ നല്ലോണം മാഷാക്കിയിട്ട് എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ അത് നല്ലോണം ഒന്ന് മാഷായിട്ട് വരും. നല്ലോണം നുറുക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കത്തിനോട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരയുന്ന സമയത്ത് തന്നെ അത് നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ ആയിട്ട് വരും. കുറച്ച് സമയം ഇങ്ങനെ ചെയ്യണം, എന്നാലും നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് തൈരിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഈ സ്പൂണോട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിക്കോ, വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ഇത് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫോർക്കോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കശ്മീരി മുളക് പൊടിയില്ലേ, അത് ചെറുതായിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിരുന്നുണ്ട്. പിന്നെ അത്ര എരിവൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു എരിവേ ഉണ്ടാവും. അപ്പം പിന്നെ നടുവിലൊരു ഒലീവ്സും കൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുത്തബ്ബിൽ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരെക്കും ബായ്.